നോമിനേഷൻ തള്ളാൻ പാകത്തിലുള്ള ഒരു തെറ്റും നോമിനേഷൻ സമർപ്പിച്ചപ്പോൾ ശ്രീ മീനാക്ഷി നടരാജൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, മറ്റൊരു സ്റ്റേറ്റിലെ BJP സ്ഥാനാർത്ഥിക്ക് നോമിനേഷനിൽ ചില കാര്യങ്ങൾ ചേർക്കാനുള്ളപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അതിന് ആവശ്യമായ സമയം അനുവദിച്ചു കൊടുക്കുകയും ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഹാജരാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പത്രിക സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ അവർ ഏതെങ്കിലും തരത്തിൽ പ്രതിയായിട്ടുള്ളൊരു കേസ് പോലും അല്ല. ഒരാൾ പ്രതിയായ കേസിൽ അവരെ കക്ഷി ചേർത്തതാണ്. കേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ അതിൻ്റെ പേരിൽ നോമിനേഷൻ തള്ളുക എന്ന് പറയുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. വർക്കല കഹാറിൻ്റെ ഉദാഹരണം കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ ഇപ്പോൾ അത് ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇതുവരെയും വന്നിട്ടില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. ഹൈക്കോടതി ഉത്തരവിന്മേൽ സുപ്രീം കോടതിയിലെ കേസ് നടക്കുകയാണ്. അപ്പം അങ്ങനെ അവിടെ വരണാധികാരിയുടെ തീരുമാനം തെറ്റായിപ്പോയി എന്നാണ് ഹൈക്കോടതി വിധിച്ചത്. വരണാധികാരി എടുത്ത തീരുമാനം തെറ്റായിപ്പോയി. എനിക്ക് തോന്നുന്നു പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ ഒരു BSP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ വരണാധികാരിയുടെ തീരുമാനം തെറ്റായി എന്നാണ് ഹൈക്കോടതി വിധി ഉണ്ടായത്. അതിന്മേലാണ് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നത്. മീനാക്ഷി നടരാജൻ്റെ കാര്യത്തിലുണ്ടായത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. മൂന്നാമത്തെ സീറ്റ് ജയിക്കാൻ വേണ്ടിയിട്ട് 2 സീറ്റിൽ മാത്രം ജയിക്കാനുള്ള അംഗബലമുള്ള BJP 3-ാം സീറ്റ് ജയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളുക. അപ്പോൾ പിന്നെ 3 വേക്കൻസിയിൽ 3 നോമിനേഷൻ മാത്രമാകും. അപ്പോൾ ആ 3 പേരും തിരഞ്ഞെടുക്കപ്പെടും. ഇതിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. കോൺഗ്രസ് തെരുവിലിറങ്ങി ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം തെരുവിൽ അന്ന് സമരം ചെയ്തു. നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കോൺഗ്രസ് മാത്രം തെരുവിലിറങ്ങേണ്ട ഒരു കാര്യമല്ല. ഇത്തരത്തിൽ ഇതൊക്കെ ഒരു പ്രീസിഡൻ്റായിട്ട് മുന്നോട്ട് പോയാൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം. അപ്പോൾ പിന്നെ എന്താണ് തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരു സുതാര്യത എന്താണ്, അതിൻ്റെ നിഷ്പക്ഷത എന്താണ്, ജനാധിപത്യത്തിൻ്റെ ഭാവി എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഗൗരവമായ ചോദ്യം ഉയരേണ്ട ഒരു വിഷയമെന്ന നിലയിലാണ് മീനാക്ഷി നടരാജൻ്റെ സ്ഥാനാർത്ഥിത്വം തള്ളിയത്. എനിക്ക് മീനാക്ഷി നടരാജൻ എൻ്റെ NSUI പ്രസിഡൻ്റായിരുന്നു. ഞാൻ ഈ ഡൽഹിയിൽ ആദ്യമായിട്ട് വരുന്നത് KSU പ്രസിഡൻ്റായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കാനാണ്. അന്ന് എന്നെ അഭിമുഖം നടത്തി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത NSUവിൻ്റെ പ്രസിഡൻ്റാണ്. ഇന്ത്യയിലെ ഇന്ന് അറിയപ്പെടുന്ന ഗാന്ധിയൻ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ്. മാസത്തിൽ ഒരു 10 ദിവസം വാർത്താ ആശ്രമത്തിൽ ചെലവഴിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഒരു മാസത്തിൽ 10 ദിവസം വാർത്താ ആശ്രമത്തിലാണ് അവരുണ്ടാവുക. അങ്ങനെ ഒരു മുഴുവൻ സമയ ഒരു ഗാന്ധിയൻ രാഷ്ട്രീയവും കോൺഗ്രസ് ഐഡിയോളജിയും പ്രചരണവുമായി നടക്കുന്ന ഒരാളെ ഒരു ക്രിമിനൽ കേസിൻ്റെ പേര് പറഞ്ഞ് മീനാക്ഷി നടരാജനെ പോലെ ഒരാളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൻ്റെ ഒരു രാഷ്ട്രീയ ധാർമ്മിക വിഷയവും കൂടി ഇതിനകത്തുണ്ട്. ഇതിലെന്താ വീഴ്ച? നമ്മളിപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നു. നോമിനേഷൻ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊന്നും പരിഗണിക്കാതെ BJPയുടെ സ്ഥാനാർത്ഥി കൊടുക്കുന്ന ഒരു അപേക്ഷയുടെ പേരിൽ, ഒരാവശ്യത്തിൻ്റെ പേരിൽ ആ നോമിനേഷൻ തള്ളുകയാണ്. അതിൽ തെലങ്കാനയിലെ കോൺഗ്രസിന് എന്ത് വീഴ്ച, പിന്നെ മധ്യപ്രദേശിലെ കോൺഗ്രസിന് എന്ത് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക തള്ളിയ വരണാധികാരിയുടെ തീരുമാനത്തിലാണ്. അതിന് ഇപ്പം നിയമകോടതിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്തിരിക്കുകയാണ്. നിയമകോടതി അത് പരിശോധിച്ച് അതിന്മേൽ തീരുമാനം പറയട്ടെ. അപ്പം ഞാനത് കാരണം പറഞ്ഞു. നിങ്ങൾ തന്നെ എന്നോട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ് 2011 കഹാറിൻ്റെ വിജയത്തിന് പോലും ആ സമയത്ത് ഒരു നാമനിർദ്ദേശ പത്രിക വർക്കല നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ വരണാധികാരിയുടെ തീരുമാനം തെറ്റാണ് എന്ന് കേരള ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും വരണാധികാരിയുടെ തീരുമാനമാണ് തെറ്റ്. ഇതിലെ ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അത് അടുത്ത ദിവസങ്ങളിൽ നടപ്പാക്കാൻ പോകുന്നു. അതിനെതിരെ പരിഹാസവും വിമർശനവും LDFിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇത് ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പാക്കാനാണോ പ്രഖ്യാപിച്ചതെന്നൊരു ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനോടുള്ള കമന്റ് എന്താ? ഈ പരിഹാസമാണ് ഇവരെ ഈ 35 എത്തിച്ചത്. ഈ പരിഹാസത്തിൻ്റെ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ ഇനി 35 അടനെ കുറയാൻ 8 പേരുടെ കാര്യത്തിൽ അവരിങ്ങനെ നിൽക്കുകയാണ് 35-നകത്ത്. അപ്പോൾ ഈ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ അവരുടെ പൊസിഷൻ വീക്കാവത്തേ ഉള്ളൂ. ഞാനൊരു കാര്യം, ഞാൻ ഈ ചോദ്യത്തിന് അല്ല ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു കാര്യം. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു ദിവസത്തെ തീരുമാനങ്ങൾ വൈകുമ്പോൾ നമ്മൾ
വലിയ വാർത്തയാക്കാറുണ്ട്. ഞങ്ങളൊക്കെ അതിന് സ്വാഗതം ചെയ്യുന്നവരാണ്, അതിനെ സ്വീകരിക്കുന്നവരാണ്. ഇതുവരെ LDFിൻ്റെ നിയമസഭാ കക്ഷിയുടെ ഉപനേതാവ് ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഒരു നിയമസഭാ സമ്മേളനം കഴിഞ്ഞു. കേരളത്തിൽ ഒരു നിയമസഭാ സമ്മേളനം, അതായത് ഗവർണറുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട ഒരു നിയമസഭാ സമ്മേളനത്തിൽ LDFിൻ്റെ നിയമസഭാ കക്ഷിയുടെ ഉപനേതാവ് ആരാണ്? ബാലഗോപാലാണോ? രാജനാണോ? ഇങ്ങനെ ഒരവസ്ഥ പ്രതിപക്ഷത്തിന് ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ? ഞങ്ങളൊക്കെ നിയമസഭ ചേരുന്നതിൻ്റെ അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി, ആ ദിവസം തീരുമാനമുണ്ട്. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയും അന്നത്തെ CPM നേതാക്കന്മാരും പറഞ്ഞതെന്താ? ഇതിവർ വെറുതെ പറയുന്നതാണ്, ഇവർക്ക് തന്നെ അറിയാം കേരളത്തിലെ KSRTCയിൽ സൗജന്യം കൊടുക്കാൻ കഴിയില്ല, കൊടുത്താൽ KSRTC കുത്തുപാളയെടുക്കും, അതാണ് ഉപയോഗിച്ച വാക്ക്, പൂട്ടിപ്പോകും. ഞങ്ങൾ 15-ാം തീയതി മുതൽ നടപ്പിലാക്കിയാണ്. വിശദമായ പഠനത്തിന് ശേഷമാണ് ക്യാബിനറ്റിൽ വന്നതിന് ശേഷം വിശദമായ പഠനത്തിന് വേണ്ടി തീരുമാനമെടുത്തു. ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ച് മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ടവരും എല്ലാവരും പരിശോധിച്ച് നടപ്പിലാക്കിയാണ്. ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ KSRTCക്ക് ഏതാണ്ട് 800 കോടി രൂപ സർക്കാർ അങ്ങോട്ട് കൊടുക്കുകയാണെന്നേ. KSRTCക്ക് 1200 കോടി രൂപ നിലവിൽ ഒരു മാസം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 800 കോടിയും കൂടെ കൊടുത്തിട്ട് 2000 കോടി രൂപ KSRTCക്ക് ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഇപ്പോൾ 0 ടിക്കറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഒരു KSRTC ബസ്സിൽ 100 പേര് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമാണല്ലോ ആ 100 പേരുടെ തുക KSRTCക്ക് ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഒരു മാസം 1000 പേര് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയാണ്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അറിയായിരുന്നു എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അതിനെ ഇനി നിങ്ങൾ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. പാവപ്പെട്ട സ്ത്രീകളല്ലേ, അവർ യാത്ര ചെയ്തോട്ടെന്നേ, അതിന് നിങ്ങൾക്കെന്താ കുഴപ്പം?